Hi guys, welcome back to Fuze HD. ഇന്ന് മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് പാറു ആണ്. പാറു ആരാന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന സുനിലേട്ടൻ്റെ മോളാണ്. അപ്പോൾ ആളെ കൊണ്ടാണ് നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറേ നാളായിട്ട് എന്നോടൊപ്പം പറയുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ ജോയിൻ ചെയ്യണമെന്ന്, പക്ഷേ ഇതുവരെ സാധിച്ചില്ല. എന്തായാലും ഈ ഒരു അവസരം പാറുവിന് കൊടുത്തിരിക്കുകയാണ്. പാറു, ഇതാണ് നമ്മുടെ പാർവതി. അപ്പോൾ ആളെ ഒന്ന് പരിചയപ്പെടുത്തും. ഓക്കെ, ഞാൻ പാർവതി. ഞാനൊരു +2 സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ട്രീറ്റ് ഫുഡാണ് പാനിപൂരി. അപ്പോൾ പാനിപൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പാറു ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്ന പാനിപൂരിയാണ്. നമ്മുടെ സ്ട്രീറ്റ് ഫുഡിൽ ഭയങ്കര അടിപൊളി ടേസ്റ്റി, നമ്മളിങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള പാനിപൂരിയാണ് ഇന്ന് പാറു നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാനിപൂരി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പാനിപൂരിക്കായിട്ട് ഇവിടെ 2 കപ്പ് റവ അളന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാൻ ഇത് 2 കപ്പ് റവ ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്. രണ്ട് കപ്പ് റവ റെഡി. ഇത് ആട്ടപ്പൊടിയാണ്. ഇത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇടാൻ പോവാം. ഓക്കെ, 1 ടേബിൾ സ്പൂൺ മൈദയാണ് വേണ്ടത്. ഇനി ഇതിന് ആവശ്യമായ ഉപ്പ്, അതൊരു 1/4 ടീസ്പൂൺ ഇത്ര മതിയായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ചിലവർക്ക് ഒരുപാട് ഉപ്പ് വേണ്ടി വരും. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ചപ്പാത്തിക്ക് എങ്ങനെയാണ് കുഴയ്ക്കുന്നത് അതുപോലെ ആക്കി എടുക്കണം. ആദ്യം ഇതെല്ലാം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മാത്രമേ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാവൂ, അല്ലെങ്കിൽ സോൾട്ടും ഈ മൈദയും ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ആവില്ല. പൂരിയുടെ മാവ് മീൻസ് പാനിപ്പൂരിയുടെ മാവ് റെഡിയാണ്. ഇനിയും ഇത് ഒരു ½ ആൻ അവറിലേക്ക് ഒരു വെറ്റ് ക്ലോത്തും വെച്ച് അടച്ചു വയ്ക്കണം. പാനിപൂരിയുടെ രസത്തിന് ശർക്കരയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ശർക്കര നമ്മൾ അലിയിച്ചെടുക്കണം. സോ കുറച്ച് വെള്ളം ഒഴിച്ച് അലിയിക്കാൻ വെക്കുവാണേ. ഓക്കെ, അപ്പോൾ ശർക്കര കഴിഞ്ഞു. ഇനി അടുത്തത് വെള്ളം ഒഴിക്കാൻ പോകുന്നത് പുളിയിലാണ്. ഇത് പുളി നമുക്ക് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്ര എടുക്കാം. ചിലവർക്ക് പുളി അധികം വേണ്ട, മധുരമായിരിക്കും മുമ്പിൽ വേണ്ടത്. സോ ഇതിന് നമുക്കിതൊന്ന് പിഴിഞ്ഞ് വയ്ക്കാം. ഓക്കെ, ഇതിനിങ്ങനെ കുറച്ച് നേരം കിടക്കുമ്പോൾ റെഡിയാവും. ഇനി നമ്മൾ കുറച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയുണ്ട്, പിന്നെ 2 മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പുതിനയില. ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പുതിന ഇടുവാണേ. ഇനിയും ഒരു 2 മുളക്, ഓക്കെ. ഇനിയും കുറച്ച് മല്ലിയില. ഓക്കെ, അപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. മാവ് ഒരു ½ ആൻ അവർ വെച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയും നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു 4 പാർട്ടാക്കിയിട്ടേ നമുക്ക് വീതിച്ചെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്നും കൂടെ ബോളാക്കി എടുക്കുമ്പോൾ മാവെല്ലാം ഒന്നും കൂടെ ഒന്ന് സെറ്റാവും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എടുത്ത മാവ് നമ്മൾ 4 പാർട്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. അതിനിയും ഒരു പാർട്ട് എടുത്തിട്ട് 2ആയിട്ട് ഒന്നും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് ഇച്ചിരി കട്ടിക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചപ്പാത്തി പലക വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനിനിയും കുറച്ച് പൊടി വിതറി, ബിക്കോസ് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി ഞാൻ മാവ് വയ്ക്കുകയാണ്.
ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് അധികം കട്ടി വേണം, കുറച്ച് കട്ടി വേണം, എന്നാൽ കട്ടി വേണ്ട എന്നുള്ള രീതിയിൽ പരത്തിയെടുക്കാം. ഷേപ്പ് ഒന്നും ഒരു വിഷയമല്ല, ഞാനിപ്പോൾ പ്രാക്ടീസായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പാനിപൂരിക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അടപ്പ് വച്ചിട്ട് അതിനെ പ്രസ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഇതെടുത്തിരുന്നത് ഒരു പുട്ടുകുറ്റിയുടെ ഒരു അടപ്പാണ്. നിങ്ങൾ അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കട്ടർ യൂസ് ചെയ്താലും മതി. കട്ടറോ പുട്ടുകുറ്റി എന്തെങ്കിലും മതി. ഓക്കെ, നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ മുറിഞ്ഞ് കിട്ടും. ഇതെല്ലാം കട്ട് ചെയ്തു. ഇനി ബാക്കി വരുന്ന ഈ ഒരു റവയുടെ അത് നമുക്കങ്ങ് എടുത്ത് മാറ്റാം. ഈ കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഇനി ഒരു ഓയിലി സർഫേസിൽ വെക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒരു ഷീറ്റിൽ വെക്കാം. ഷീറ്റിൽ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. പയ്യെ ഇളകാതെ വേണം ഇതിനകത്ത് നിന്ന് എടുക്കാൻ. പൂരി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കുകയാണ്. പൂരി മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ എണ്ണ വേണം. ഇവിടെ ഞങ്ങൾ എടുത്തേക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഒരു ചെറിയ കൊമ്മള വന്നു തുടങ്ങുമ്പോൾ നമുക്കിത് എടുക്കാം. എണ്ണ ചൂടായെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വുഡൻ്റെ ഒരു തവി എടുത്തിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ മുക്കി കഴിയുമ്പം ഇങ്ങനെ ബബിൾസ് വരും, കണ്ടോ? സോ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓക്കെ, എണ്ണ ചൂടായി. അപ്പോൾ ഞാൻ ഈ റെഡിയാക്കി വെച്ച ഇതിട്ടു. ഇനി ജസ്റ്റ് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ നല്ല ബോളായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി വരില്ല, നോർമലായിട്ട് കിടക്കും. ഇട്ട ഉടനെ തന്നെ ഇതുപോലെ പ്രസ് ചെയ്യണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ അത് നമുക്ക് തിരിച്ചിട്ടിട്ട് എടുക്കണം. അപ്പോൾ അടുത്തതായിട്ട് പൂരിയുടെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ബീൻസ് വേവിച്ച് വെച്ചതുണ്ട്. പിന്നെ പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. പാനിപൂരിയിലെ ഫില്ലിങ്ങിനായിട്ട് കുറച്ച് ഗ്രീൻ പീസും കുറച്ച് പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചതും കൂടി എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോയിലേക്ക് ഞാൻ ഇത് ഇടാൻ പോവാം. ഓക്കെ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അടുത്ത ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റമാണ് ചെയ്യാൻ പോണേ. ഇത് പുളിയുടെ വെള്ളമാണ്. പാനിപൂരിയുടെ പാനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിലോട്ട് പുളി ആഡ് ചെയ്യാൻ പോവാണ്. ഇനി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ജസ്റ്റ് നെക്സ്റ്റ് ആയിട്ട് കുറച്ച് പൊടികൾ ചേർക്കണം. ഇതാണ് 2 ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർക്കാനുള്ളത്. ഇത് ഒന്നെന്ന് പറഞ്ഞാൽ ജീരകപ്പൊടിയാണ്, ഇത് ചാട്ട് മസാലയാണ്. ഇത് രണ്ടും 1/4 ടീസ്പൂൺ വീതം ഇടണം. ഓക്കെ, ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടു. ഇത് കുറച്ച് ചാട്ട് മസാല. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ കുറച്ചൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ്, കുറച്ച് മുളക് പൊടി. അതും നമ്മൾക്ക് എരിവ് നന്നായിട്ട് വേണ്ട ആളാണെന്നുണ്ടെങ്കിൽ
നന്നായിട്ടിടാം, കുറച്ച് വേണമെങ്കിൽ കുറച്ചിട്ടാൽ മതി. എന്നിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതെൻ്റെ പാനിയാണ്, റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്തത് നമുക്ക് ഉണ്ടാക്കാം. ഇതെന്ന് പറഞ്ഞാൽ മല്ലിയുണ്ട്, പുതിനയുണ്ട്, പച്ചമുളകുണ്ട്, ഇത്രയും ചേർത്ത് നമ്മൾ നേരത്തെ അരച്ച ഒരു മിക്സാണ്. ഇതൊന്ന് ഇനി ചെയ്യുന്നതിന് കുറച്ച് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നേരത്തെ അരച്ചത് അരിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് നമുക്ക് കൊത്തിങ്ങനെ കിടന്നിട്ട് ഒരുമാതിരിയാവും. അപ്പോൾ ഇത് റെഡി. പാനിപ്പൂരി റെഡി ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും ചേർക്കാനില്ല. അപ്പോൾ നിങ്ങളിത് സെർവ് ചെയ്യാം, അതിനുശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസി ആൻഡ് ക്രിസ്പി പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ടോ നോക്കിയിട്ട് പറയാം. മുഴുവനായിട്ട് കഴിച്ചതുകൊണ്ട് ഒന്ന് ഇറങ്ങിയിട്ട് പറയാം. എന്തായാലും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, പൊട്ടിക്കുമ്പോൾ തന്നെ ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ആ ഒരു ലിക്വിഡ് ഭയങ്കര ജ്യൂസി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.